JP അസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി എല്ലാവർക്കും, ഈ ഫാമിലിയിലുള്ളവർക്കും അതുപോലെ തന്നെ യൂട്യൂബ് കാണുന്നവർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ചർച്ച ചെയ്യുന്നത് മേടമാസം എന്ന വിഷുക്കാലത്തെക്കുറിച്ചാണ്. മേടസംക്രമമാണല്ലോ മേടമാസം. അപ്പോൾ ഈ മേടമാസം ഓരോ രാശിക്കാരെയും സംബന്ധിച്ച് അതെങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മളിന്ന് അന്വേഷിക്കാൻ പറ്റുന്നത്. ഇത് ഏപ്രിൽ 14 മുതൽ മെയ് 14 വരെയുള്ള സമയം മാത്രം, അതായത് ഒരു മാസം മാത്രമേ നമ്മൾ ഈ മേടമാസം ഇതിനകത്തിൽ ഉൾപ്പെടുത്തി ഫലം പറയുന്നുള്ളൂ. അപ്പോൾ ഓരോ രാശിക്കാരെയും കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് മേടം രാശിക്കൂറുകാർ, അവർക്ക് ഈ മാസം മേടമാസം എങ്ങനെയായിരിക്കും, ഏപ്രിൽ 14 മുതൽ മെയ് 14 വരെ അവരുടെ ഈ ഒരു മാസം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് ആലോചിക്കാം. അപ്പോൾ മേടക്കൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, അശ്വതി, ഭരണി, കാർത്തികയുടെ 1-ാം പാദം. ഇവരെ സംബന്ധിച്ച് പറഞ്ഞാൽ മേടം 10 വരെ, മേടം 10 എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഏപ്രിൽ 23 വരും. ചൊവ്വ 11-ലും അതുപോലെ ശുക്രൻ 12-ൽ ഉച്ചത്തിലും ശനി 11-ലും നിൽക്കുന്ന ഒരു ടൈമാണ് ഇപ്പോൾ. അതുപോലെ 12-ാം ഭാവത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ശുക്രന്, ബുധന്, രാഹു, ചൊവ്വ ഇവരെല്ലാം ആരംഭത്തിലുണ്ട് താനും. അപ്പോൾ രാഹുവിന് മാറ്റമൊന്നുമില്ല, ബുധനും ശുക്രനും മാത്രമേ, ചൊവ്വയും ഒക്കെ ഉള്ളൂ രാശി മാറുന്നത്. അപ്പോൾ ഭൂമി സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ, അത് ഭൂമി കച്ചവടം നടത്തുക, റിയൽ എസ്റ്റേറ്റ് നടത്തുക, അല്ലെങ്കിൽ ഭൂമി വാങ്ങിക്കാനോ വിൽക്കാനോ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ ഭൂമി സംബന്ധമായ കാര്യങ്ങളും കച്ചവട സംബന്ധമായ കാര്യങ്ങളും, ഇപ്പം ഭൂമി സംബന്ധമായിട്ടല്ലെങ്കിലും എന്തെങ്കിലും ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നവർ, അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ സംബന്ധിച്ചിടത്തോളം കച്ചവടത്തിൽ ലാഭം ഉണ്ടാകാം. ഏതെങ്കിലും ഭൂമി വാങ്ങാനോ വിൽക്കാനോ വിചാരിച്ചിരുന്നവർക്ക് അക്കാര്യം സാധിക്കാൻ പറ്റും. അതാണ് ഭൂമി ലാഭം എന്ന് പറയുന്നത്. പിന്നെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ, അതാണ് ശുക്രൻ്റെ കാര്യം. അതുപോലെ സിനിമാ രംഗത്തുള്ളവർ, കലകളുമായിട്ടും സാഹിത്യവുമായിട്ടും ഒക്കെ ബന്ധമുള്ളവർ, ഇങ്ങനെയൊക്കെ ഉള്ളവർക്കും ഈ മാസം അത്ര മോശമൊന്നുമല്ല. പിന്നെ ഊഹക്കച്ചവടം നടത്തുന്നവർക്കും നഷ്ടമൊന്നും വരാൻ സാധ്യതയില്ലാത്ത ഒരു മാസമാണിത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ മേടൻ രാശിയിൽ സൂര്യൻ വരിക എന്ന് പറയുമ്പോൾ ഉച്ചരാശിയാണ്. മേടം 10-നാണ് സൂര്യൻ അത്യുച്ചത്തിൽ വരുന്നത്. അപ്പോൾ സൂര്യനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് സർക്കാർ സംബന്ധമായ കാര്യങ്ങൾ, സർക്കാരുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ, സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് അത് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കും ഈ മാസം സാമാന്യമായി ചിന്തിക്കുന്നതിനപ്പുറമുള്ള നേട്ടങ്ങളൊക്കെ അവർക്കും ഉണ്ടാകും. അതാണ് ഇത്. ഇപ്പോൾ പ്രമോഷന് വിചാരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ താമസമില്ലാതെ സാധിക്കാം. അതുപോലെ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്ന ഭാഗത്തേക്ക് സ്ഥലം മാറ്റം പ്രതീക്ഷിക്കുന്നവർക്ക് അങ്ങനെ വരാം. അതുപോലെ സ്ഥിരതയില്ലാതെ ജോലി ചെയ്യുന്നവർക്ക് കുറച്ചൊക്കെ മെച്ചം വരാം. എന്ന് പറഞ്ഞാൽ ഈ എംപ്ലോയ്മെൻറ്റ് വഴിയൊക്കെയാണല്ലോ അങ്ങനെയൊക്കെയുള്ള ജോലികളൊക്കെ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും അനുകൂലമായ ഒരു സമയമാണ്. പിന്നെ ബുധൻ മെയ് 10 വരെ നീചരാശിയിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം സാധാരണ ടെസ്റ്റ്, ഇൻ്റർവ്യൂ, എഴുത്ത് പരീക്ഷകൾ, PSC ടെസ്റ്റ്, അതുപോലെയൊക്കെയുള്ള ഏതെങ്കിലുമൊക്കെ ടെസ്റ്റുകൾ, അതുപോലെ ലേഖനങ്ങൾ, സാഹിത്യം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലെല്ലാം അത്ര മെച്ചമായിട്ട് വരത്തില്ല. കാരണം നീചരാശിയായിട്ട് നിൽക്കുകയാണ്. എങ്കിലും അതിനകത്തിൽ ആ നീചരാശിയുടെ അധിപൻ ഉച്ചരാശിയായിട്ട് വരുന്ന ഗ്രഹം ശുക്രൻ കുറച്ച് നാളെ അവിടെ വരുന്നത് കൊണ്ട് അതിൻ്റേതായ അത്ര മോശമല്ലാത്ത എന്നാൽ അത്ര മെച്ചമല്ലാത്ത ഒരു സ്ഥിതിയിൽ പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ മെയ് 10 വരെ എന്ന് പറയുമ്പം ആ കാലഘട്ടത്തിൽ സാധാരണ ഉപരിപഠനം നടത്താൻ ആഗ്രഹിക്കുന്നവർ, വിദ്യാഭ്യാസ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉദ്ദേശിക്കുന്നവർ,
വിദ്യാഭ്യാസപരമായിട്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഈ പറയുന്ന മെയ് 10 വരെ നല്ലൊരു ടൈമല്ല എന്നുള്ളതാണ്. ഏപ്രിൽ അതുപോലെ ഈ ശുക്രൻ്റെ ഒരു സ്ഥിതി എടുത്താൽ ഉച്ചരാശിയിലായതുകൊണ്ട് ചില ഉന്നതരുമായിട്ട് ഇച്ചിരി ഉയർന്ന തലത്തിൽ ഉള്ളവരുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാനും അവരുമായിട്ടൊരു സൗഹൃദമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കാര്യം സാധിക്കാനോ എങ്ങനെയായാലും അവരുമായിട്ടൊക്കെ ഉള്ളൊരു ബന്ധത്തിലുള്ള വഴിയൊക്കെ തെളിയുന്ന ഒരു മാസമാണ് ഇത്. പിന്നെ ഏപ്രിൽ അവസാനം എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു മധ്യഭാഗമൊക്കെ കഴിഞ്ഞിട്ട് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ തന്നെ തുടർന്ന് പോകും. അതിന് വലിയ മെച്ചമൊന്നും ഉണ്ടാകാനുള്ള എന്ന് പറഞ്ഞാൽ ആരോഗ്യപരമായിട്ട് വലിയ മെച്ചമൊന്നും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പിന്നെ മെയ് 1 മുതലാണ് ഇവരെ സംബന്ധിച്ച്, കാരണം മെയ് 1 മേടത്തിൽ നിന്ന് ഇടവത്തിലേക്ക് വ്യാഴം മാറും. അപ്പോൾ ജന്മരാശിയിൽ വ്യാഴം നിൽക്കുന്നത് പോലെയല്ല, 2ാം ഭാവത്തിൽ വരുമ്പോൾ സാമ്പത്തികമായ ചില മേന്മകളുണ്ടാവും. കുടുംബപരമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഇച്ചിരി അകൽച്ചയോ അല്ലെങ്കിൽ സൗന്ദര്യപ്പിണക്കോ ഒക്കെ ഉണ്ടായിരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ഒന്ന് യോജിക്കാനും വീണ്ടും ഒരു നല്ല അന്തരീക്ഷത്തിലേക്ക് വരാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം ഈ മെയ് 1 മുതൽ ഉണ്ട്. അതുപോലെ വിവാഹ സംബന്ധമായ കാര്യങ്ങൾ ബന്ധപ്പെടുന്നവരും അങ്ങനെ ഇതുവരെ തീരുമാനമൊന്നും ആകാതിരുന്നവരും അതിന് സാധ്യത വളരെ കുറഞ്ഞു വരും. അങ്ങനെയൊക്കെയുള്ള ആ ഒരു നിരാശയിലൊക്കെ കഴിഞ്ഞിരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ മെയ് 1-ാം തീയതി മുതലുള്ള സമയം കുറച്ചൊക്കെ അനുകൂലമാണ്. ചില കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ തീരുമാനമാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എന്തായാലും പൊതുവെ നോക്കുമ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ചുള്ള ആദ്യത്തെ പകുതിയേക്കാൾ നല്ലത് 2ാം പകുതിയാണ് എന്നുള്ളതാണ് ഇതിനകത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചാണെങ്കിൽ കാർത്തിക 1, 2, 3 പാദം, രോഹിണി മകയിരത്തിൻ്റെ 1, 2 പാദം, ഇതാണല്ലോ ഇടവക്കൂറുകാർ. അവരെ സംബന്ധിച്ച് പറയുമ്പോൾ ശാരീരികമായി ക്ലേശം അനുഭവിച്ചു കൊണ്ടിരുന്നവർക്ക്, അതായത് 12-ലെ വ്യാഴമായിരുന്നു, അപ്പോൾ പല കാര്യങ്ങളും തടസ്സപ്പെട്ട് കിടക്കുക, ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ സാധിക്കാതെ വരിക, ഈശ്വരാധീനം കുറഞ്ഞിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതാണ് ഈ ശാരീരികമായ ക്ലേശമെന്നും പറഞ്ഞത്. അനുഭവം ഈ മാസം കുറച്ചൊക്കെ മെച്ചമായിരിക്കും. കാരണം ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ 12-ലെ വ്യാഴം ജന്മത്തിലേക്ക് വരിക. അപ്പോൾ ജന്മത്തിലേക്ക് വരുമ്പം അതിൻ്റേതായ ഒരു മാറ്റം ആരോഗ്യകരമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഒരു വ്യത്യാസം വരാം. അതുപോലെ സാമ്പത്തികമായ പരാധീനത അത് കഴിഞ്ഞ മാസത്തെ പോലെ തന്നെ ഈ മാസവും കാണുന്നുണ്ട്. തൊഴിൽപരമായി ഉണ്ടായിരുന്ന തർക്കങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഏപ്രിൽ 23-ന് ശേഷം കുറച്ചൊക്കെ പരിഹരിക്കാൻ സാധിക്കും. പിന്നെ ഉന്നത വ്യക്തികളുമായുള്ള കൂടിക്കാഴ്ചയ്ക്കൊക്കെ ഏപ്രിൽ 14 വരെ ഗുണകരമായ. പിന്നെ ഈ കോൺട്രാക്റ്റ് പണി, അതായത് ആൾക്കാരെ വെച്ച് ജോലി ചെയ്യിപ്പിച്ച് ഏതെങ്കിലുമൊക്കെ തരത്തിൽ സാമ്പത്തികമായ ജീവിക്കാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വലിയ കുഴപ്പമില്ലാതൊക്കെ പോകും. യാത്ര, ഏതെങ്കിലും കാര്യത്തിലൊക്കെ നമ്മളിങ്ങനെ വിചാരിച്ചിരിക്കുന്ന യാത്രയൊന്നും പ്രതീക്ഷയ്ക്കൊത്ത് ഫലമുണ്ടാകണമെന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതാണ് ഈ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചുള്ള പ്രശ്നം. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് കണ്ടകശനി, 10-ലെ ശനിയാണ് നിലനിൽക്കുന്നത്. അത് ഈ മാസം എന്നുള്ളതല്ല, പൊതുവെ 10-ൽ ശനി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ശാസ്താവിന് വഴിപാടുകൾ നടത്തുക, നീരാഞ്ജനം നടത്തുക, അതുപോലെ കർപ്പൂരം കത്തിച്ച് പ്രാർത്ഥിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ശനിയാഴ്ച ദിവസം തീരുമാനങ്ങളൊന്നും എടുക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ ഈ കണ്ടകശനി കർമ്മപരമായി 10-ലെ ശനി ആടെ ആ ഒരു ബുദ്ധിമുട്ട് ഒന്ന് ഒഴിവായി കിട്ടും എന്നുള്ളതാണ്. ഇനി മിഥുനൻ രാശിയിലേക്ക് പോയാൽ മകയിരം 3ഉം 4ഉം പാദവും തിരുവാതിരയും പുണർദത്തിൻ്റെ 1, 2, 3 പാദങ്ങളും ചേരുന്നതാണ് ഈ മിഥുനൻ രാശി. അപ്പം മിഥുനൻ രാശിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏപ്രിൽ 24 മുതൽ ഏതാണ്ട് അനുകൂലമായ ഒരു സമയം എന്ന് നമുക്ക് പറയാം.
ഉന്നതരുമായുള്ള ബന്ധമൊക്കെ കാണും. പിന്നെ ഷെയർ മാർക്കറ്റ് നടത്തുന്നവരെ, ഓൺലൈൻ ബിസിനസ് നടത്തുന്നവരെ, അതുപോലെ ഓൺലൈൻ ക്ലാസ് നടത്തുന്നവരെ, പിന്നെ ഈ പത്രം, അതുപോലെ ഏജൻസി പണിയെ, പിന്നെ റിപ്പോർട്ടർമാർ, അതുപോലെ ലേഖനം എഴുത്തുകാർ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ബുധൻ നീചരാശിയിൽ നിൽക്കുന്ന ആ ഒരു സമയം പൊതുവെ അവർക്ക് വലിയ ഗുണമൊന്നുമില്ല. എങ്കിലും അത്ര മെച്ചമോ അത്ര മോശമോ അല്ലാത്ത ഒരവസ്ഥ ഉണ്ടാകാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞത് ബുധൻ നീചരാശിയിൽ നിൽക്കുന്ന ആ കുറച്ച് നാൾ ശുക്രൻ ആ രാശിയിൽ ഉച്ചസ്ഥനായിട്ട് വരുന്നത് കൊണ്ട് തന്നെ അത് കുറച്ചൊക്കെ പരിഹരിച്ചു പോകും. അപ്പം യാത്ര കൊണ്ടും പ്രതീക്ഷിച്ച ഫലമൊന്നും ഉണ്ടാകണമെന്നില്ല. അതുപോലെ ഊഹക്കച്ചവടം, കോൺട്രാക്റ്റ് വ്യവസ്ഥയിലുള്ള പണികൾ, ഇതിനകത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ലാഭമൊന്നും രണ്ടാം പകുതിയിൽ പ്രതീക്ഷിക്കാനില്ല. കാരണം മെയ് 1 മുതൽ ഇടവൻ രാശിയിലേക്ക് കടക്കുമ്പോൾ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 12ലേക്ക് വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഈശ്വരാധീനം കുറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ട് സ്വാഭാവികമായും നേരത്തെ പോലെ തന്നെ ഈ മേടമാസം രണ്ടാം പകുതി മുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വിദേശയാത്രയ്ക്ക് വിചാരിക്കുന്നവർ, വിദേശത്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർ, അങ്ങനെയൊക്കെ ഏതെങ്കിലും തരത്തിൽ പുതിയ പദ്ധതികൾ ആലോചിക്കുന്നവർ, അങ്ങനെയൊക്കെയുള്ളവർക്ക് ഈ വിദേശ സംബന്ധമായും യാത്രാ സംബന്ധമായും ഒക്കെയുള്ള കാര്യത്തിന് 1-ാം തീയതി മെയ് 1 മുതലുള്ള സമയം അനുകൂലമാണ്. കാരണം 12ലെ വ്യാഴം വിദേശയാത്രയും 12ാം ഭാവമൊക്കെ അത്തരത്തിൽ. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ വരവിനേക്കാൾ കൂടുതൽ ചിലവ് വരാൻ സാധ്യതയുള്ള ഒരു മാസവും കൂടിയാണ് ഈ മെയ് 1 മുതൽ മിഥുന രാശിക്കാർക്ക്. ഇനി കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പുണർന്ന 4ാം പാദം, പൂയം, ആയില്യം, ഇതാണ് കർക്കിടകം. അപ്പോൾ കർമ്മരംഗം കുറേ കൂടി കർക്കിടകൻ രാശിക്കാർക്ക് മെച്ചപ്പെടാം. കാരണം 10ലെ വ്യാഴവും 10ലെ ആദിത്യനുമാണ് തുടക്കത്തിലുള്ളത്. അപ്പോൾ 10ാം ഭാവം എന്ന് പറയുമ്പം കർമ്മസ്ഥാനമാണ്. കർമ്മസ്ഥാനത്തിൽ ഉച്ചസ്ഥനായി ആദിത്യൻ വരിക എന്ന് പറയുമ്പോൾ കർമ്മരംഗം കുറേ കൂടി പുഷ്ടിയെ പ്രാപിക്കും. ആ പുഷ്ടി പ്രാപിക്കുന്നത് 10ലെ വ്യാഴത്തേക്കാൾ കുറച്ചുകൂടി നല്ലത് 11ലെ വ്യാഴം. അപ്പോൾ 11ൽ വ്യാഴം വരുന്ന സമയം എന്ന് പറയുന്നത് മെയ് 1 മുതലാണ്. അപ്പോൾ അങ്ങനെ മെയ് 1 മുതൽ കുറേ കൂടി കർമ്മരംഗത്തും സാമ്പത്തിക രംഗത്തും ഒക്കെ കുറേ കൂടി പുരോഗതി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ ആരോഗ്യ പ്രശ്നമുള്ളവരെ സംബന്ധിച്ചിടത്തോളം വാദസംബന്ധമായ വിഷയങ്ങൾ, അലർജി, ആരോഗ്യ പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ 7ലെ അഷ്ടമത്തിലെ ശനി അത് തുടരുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. എങ്കിലും കുറച്ചൊക്കെ ഒരു വ്യത്യാസം ഇപ്പോൾ നിലവിൽ ഉള്ളതിനേക്കാൾ കുറച്ചൊക്കെ ഒരു ആശ്വാസകരമായ ഒരവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട്. പിന്നെ ഈ ബുധൻ്റെ നീചരാശി അവസ്ഥ സൂചിപ്പിക്കുന്നത് വാക്ക് തർക്കങ്ങൾ, സംസാരം, അതുപോലെ ചില കാര്യത്തിലുള്ള പിടിവാശി, ഇതെല്ലാം തന്നെ പലപ്പോഴും പല ശത്രുതയ്ക്കും അതുപോലെ പല പ്രശ്നങ്ങൾക്കും കാരണമാകും എന്നുള്ളതാണ് ഒരു കാര്യം. മറ്റൊന്ന്, സഹോദരങ്ങളുമായി ഒരു നല്ല ബന്ധം പുലർത്താനുള്ള സാധ്യതയും കുറവായിരിക്കും. പിന്നെ സന്താനങ്ങളുമായിട്ടും 5ാം ഭാവമാണല്ലോ സന്താനഭാവം. ഈ 5ാം ഭാവം അതുപോലെ 9ാം ഭാവത്തിലുമൊക്കെ രാഹുവൊക്കെ നിൽക്കുന്നത് കൊണ്ട് ഭാഗ്യസംബന്ധമായ ഭാഗ്യാനുഭവങ്ങളും കുട്ടികളെ സംബന്ധിക്കുന്ന തൊഴിൽപരമായ കാര്യങ്ങൾ, വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ, ഇതിലൊക്കെ തന്നെ ആ പഴയിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. എങ്കിലും കുറച്ച് മെച്ചം വരാനുള്ള ഒരവസ്ഥയും ഉണ്ട് എന്നുള്ളതാണ്. ഇനി ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പം മകം, പൂരം, ഉത്തരത്തിൻ്റെ 1ാം പാദം, അതാണല്ലോ. വ്യാഴം ഭാഗ്യസ്ഥാനത്ത് നിന്ന് കർമ്മസ്ഥാനത്തിലേക്ക് മാറുക, അതായത് 9ാം ഭാവത്തിൽ നിന്ന് 10ാം ഭാവത്തിലേക്ക് മെയ് 1-ാം തീയതി മാറുന്നു എന്നുള്ളതാണ്.
അത് വളരെ ഗുണകരമായ ഒരു കാര്യമാണ്. എങ്കിലും 10ാം ഭാവത്തിലെ വ്യാഴം അപ്രതീക്ഷിതമായ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിലും 9ാം ഭാവത്തെ പോലെ ഗുണകരമാണോ എന്ന് ചോദിച്ചാൽ ഏകദേശമൊക്കെ രണ്ട് കണക്കാണ്. പിന്നെ തൊഴിൽ സംബന്ധമായി ഏത് വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു, ഏത് തരത്തിലുള്ള ജോലിയാണ് എന്നതിനെ സംബന്ധിച്ചൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉറപ്പിച്ച് പറയാൻ പറ്റുക. എങ്കിലും വളരെ മോശമല്ലാത്ത ഒരവസ്ഥയായിരിക്കാം തൊഴിൽപരമായിട്ടുള്ളത്. പിന്നെ യാത്രയൊന്നും ഗുണകരമാകില്ല, അത് സൂക്ഷിക്കുക എന്നുള്ളതാണ്. പിന്നെ 9ാം ഭാവത്തിലെ ഈ വ്യാഴത്തിൻ്റെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ പിതൃതുല്യരായവരും ഗുരുക്കന്മാരും അങ്ങനെയൊക്കെയുള്ള കുറച്ച് ടോപ്പിലുള്ള വ്യക്തികളുമായിട്ടൊക്കെ ഒരു നല്ല ബന്ധം പുലർത്താനും സ്ഥാപിക്കാനും ഒക്കെ കഴിയും എന്നുള്ളതാണ് ആദ്യ പകുതിയിൽ. പിന്നെ ആരോഗ്യ സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളവർക്ക് അത് ഈ സ്വാഭാവികമായിട്ടും 7ലെ ശനിയും ചൊവ്വയും ഒക്കെ നിൽക്കുന്ന ഒരു സമയം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. സർക്കാർ സേവനം നടത്തുന്നവർ, സർക്കാർ സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് മോശപ്പെട്ട ഒരു സമയമല്ല, കുറച്ചുകൂടി മെച്ചപ്പെട്ട സമയമാണ്. പൊതുവെ ഈ മാസം അത്ര മോശമല്ല, അത്ര മെച്ചവുമല്ല, എങ്കിലും കുഴപ്പമില്ലാതെ പോകുന്ന ഒരു മാസമാണ് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച്. ഇനി കന്നിരാശിയുടെ കാര്യം നോക്കിയാൽ ഉത്തരം 1, 2, 3 പാദങ്ങളും അത്തവും ചിത്രയുടെ 1, 2 പാദങ്ങളും കൂടി ചേരുന്നതാണ് ഈ കന്നിരാശി. മെയ് 10 വരെ ബുധൻ നീചരാശിയിലാണല്ലോ. അപ്പം നീചരാശി ഉച്ചരാശിയായിട്ടുള്ള ശുക്രൻ അവിടെ നിൽക്കുന്നത് കൊണ്ട് ഏപ്രിൽ 24 വരെ വലിയ കുഴപ്പമൊന്നുമില്ല ഈ കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. കാരണം 7ാം ഭാവമാണ് അത്. അപ്പോൾ 7ാം ഭാവത്തിൽ ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വിവാഹ സംബന്ധമായ കാര്യങ്ങൾ, അതുപോലെ ഏതെങ്കിലും തൊഴിൽപരമായി എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, എങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരെ സംബന്ധിച്ച് ഒരു ചെറിയ ഒരു ദിശയും ദിക്കും ഒക്കെ കിട്ടാനും ചില വഴികളൊക്കെ തെളിഞ്ഞു വരാനും ഒക്കെയുള്ള ഒരു സാധ്യത ഉണ്ടെന്നുള്ളതാണ്. പ്രത്യേകിച്ച് 8ാം ഭാവത്തിൽ നിന്ന് വ്യാഴം 9ലേക്ക് പോകുന്ന ഒരവസ്ഥയും കൂടി ഉണ്ടല്ലോ ഈ കന്നിരാശിക്കാരെ സംബന്ധിച്ച്. അപ്പോൾ അഷ്ടമത്തിൽ നിന്ന് 9ലേക്ക് പോകുന്ന ഈ മെയ് 1 മുതലാണ്. അപ്പോൾ ആദ്യ പകുതിയിൽ നിന്ന് 2ാം പകുതി മുതൽ, അതായത് മെയ് 1 മുതൽ വളരെ നമ്മുടെ പ്രതീക്ഷയ്ക്ക് അനുകൂലമായി തന്നെ നേരത്തെ നിശ്ചയിച്ചിരുന്ന പല കാര്യങ്ങൾക്കും തടസ്സവും മുടക്കവും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാറി കുറച്ചുകൂടെ റൂട്ട് ക്ലിയറായി പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഇവർക്ക് ബുധൻ്റെ ആ നീചരാശി സ്ഥിതിയും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ കന്നിരാശിക്കാരെ സംബന്ധിച്ച് വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പാൽപ്പായസം ബുധനാഴ്ച വ്യാഴാഴ്ച പാൽപ്പായസം കഴിക്കുന്നതും ഒക്കെ ഒരു നല്ല കാര്യമാണ്. പിന്നെ തുലാം രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ചിത്തിരയുടെ 3, 4 പാദവും ചോതിയും വിശാഖത്തിൻ്റെ 1, 2, 3 പാദങ്ങളും ചേരുന്നതാണ് തുലാം രാശി. തുലാം രാശിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ത്രാശാണ് അതിൻ്റെ ചിഹ്നം. അപ്പോൾ എല്ലാം ലാഭനഷ്ടങ്ങളെ നോക്കി പോകുന്ന ഒരു സ്വഭാവം, അല്ലെങ്കിൽ ഒരു കച്ചവട മനോഭാവം, അല്ലെങ്കിൽ ഗുണവും ദോഷവും നേരത്തെ ചിന്തിക്കുന്ന ഒരവസ്ഥ, ഇങ്ങനെ പലതും നമുക്ക് തുലാം രാശിയെ സംബന്ധിച്ച് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെയുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ തുലാം രാശിയുടെ 7ലും വ്യാഴം 8ലേക്ക് പോകുന്നു എന്നുള്ളതാണ്. തുലാം രാശിയുടെ 7ൽ സഞ്ചരിച്ചു, അതുപോലെ 5ൽ ശനിയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ബന്ധുക്കളൊക്കെ ശത്രുക്കളെ പോലെ കണ്ടിരുന്ന ആ ഒരവസ്ഥയിൽ നിന്ന് കുറച്ച് മാറ്റം വരാം എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞ് രമ്യതയിലെത്താനും, കച്ചവടത്തിൽ വന്ന നഷ്ടം ഒന്ന് കുറഞ്ഞ് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. പിന്നെ ഭൂമി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ഗുണകരമായ ഒരു മാറ്റം ഉണ്ടാകും. മാസാവസാനം യാത്ര കൊണ്ട് വലിയ ഗുണമൊന്നും ലഭിക്കാനുള്ള സാധ്യതയില്ല. ഈ തുലാം രാശിയുടെ 5ാം ഭാവത്തിലെ
ശനി എന്ന് പറയുന്നത് വിദ്യാഭ്യാസം, കുട്ടികൾ, ഇങ്ങനെയൊക്കെയുള്ള മാനസികമായ വിഷമതകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് ശാസ്താവിന് നീരാഞ്ജനം നടത്തുകയോ അല്ലെങ്കിൽ കർപ്പൂരം കത്തിക്കുകയോ അങ്ങനെ ഒരുപാട് വഴിപാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലുമൊക്കെ വഴിപാടുകളുമൊക്കെ നടത്തി ശനിയാഴ്ച ദിവസം ശാസ്താ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുന്നതൊക്കെ നല്ലതാണ്. ഇനി വൃശ്ചികം രാശിയിലേക്ക് പോയാൽ വിശാഖം 4-ാം പാദവും അനിഴവും കേട്ടയാണ്. അപ്പം ഈ വൃശ്ചികം രാശിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, കണ്ടക ശനി ഇങ്ങനെ മുന്നോട്ട് പോയി എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, ഒരു തരത്തിലും ഒരു എത്തും പിടിയും കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് ആണ് മുന്നോട്ട് വരുന്ന ഒരു മാസമാണ് ഇത്. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായി ശത്രുസ്ഥാനത്ത് നിന്നിരുന്ന വ്യാഴം, 6-ാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം ഇപ്പോൾ മാർഗസ്ഥാനത്തേക്ക്, അതായത് എങ്ങനെയാണ് ജീവിതം, ഏത് വഴി പോകണം എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് ഒരു വഴി തെളിഞ്ഞു വരുന്ന ഒരു അവസ്ഥയാണ്. കാരണം പല മാർഗം പ്രതീക്ഷിച്ചിട്ടും ഒന്നും വിജയിക്കാൻ പറ്റാതിരുന്നവർക്ക് ഈ മെയ് 1 മുതൽ ഒരു വഴി കാണിച്ചു തരുന്നു എന്നുള്ളതാണ്. പിന്നെ കണ്ടകശനി, വീട്, വാഹനം, യാത്ര, അതാണ് 4-ലെ ശനി. അപ്പോൾ ഇതെല്ലാം ഗുണകരമല്ലാത്ത ഒരവസ്ഥ സൃഷ്ടിക്കുന്നു. ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കാതിരിക്കുന്നു. സന്താനങ്ങളെ കൊണ്ട് ഉദ്ദേശിച്ചതുപോലുള്ള കാര്യങ്ങൾ, പ്രയോജനമോ പുരോഗതിയോ ഒന്നും വരുന്നില്ല. ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് മെയ് 1-ാം തീയതി മുതൽ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നു എന്നുള്ളതാണ് ഈ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. അവരും ശനിദോഷത്തിന് ശാസ്താവിന് വഴിപാട് നടത്തി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് അതിനകത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇനി ധനു രാശിയിലേക്ക് പോയാൽ മൂലം, പൂരാടം, ഉത്തിരാടത്തിൻ്റെ 1-ാം പാദം കുഴപ്പമില്ലാതെ പൊക്കൊണ്ടിരുന്ന ഒരു സമയമാണ് ഇപ്പോൾ. എന്ന് പറഞ്ഞാൽ 3-ലെ ശനിയും 5-ലെ വ്യാഴവും ഒക്കെ ആയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് 5-ലെ വ്യാഴം 6-ലേക്ക് വരുന്ന ഒരവസ്ഥയിൽ വരുന്ന ഒരു മാസമാണ് ഈ മേടമാസം. അപ്പോൾ പ്രതീക്ഷിക്കാത്ത പലരും ഒരു അകൽച്ച പ്രകടിപ്പിക്കും. വിചാരിക്കുന്ന കാര്യങ്ങൾ മെയ് 1 മുതൽ അതുപോലെ നടക്കാനും സാധിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. വിദ്യാർത്ഥികളുടെയും കുട്ടികളുടെയും കാര്യത്തിൽ വിദ്യാഭ്യാസം, അതുപോലെ ജോലി സംബന്ധമായ കാര്യം, ഇങ്ങനെയൊക്കെ ഉള്ളതിലൊക്കെ പ്രതീക്ഷിച്ച ഒരു ഫലം കിട്ടാനുള്ള സാധ്യത ഇല്ല. കർമ്മരംഗം ആദ്യ പകുതി മോശമായിരിക്കും. മാനസിക പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടേയിരിക്കും. അതാണ് ധനു രാശിയെ സംബന്ധിച്ച്. ഇനി മകരൻ രാശിയിലേക്ക് പോയാൽ ഉത്തിരാടത്തിൻ്റെ 1, 2, 3 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 2 പാദവും, അതാണ് മകരം. അപ്പം 7-2 ശനിക്കാലമാണ്. ഈ 7-2 ശനിക്കാലത്തിൽ ആത്മവിശ്വാസം പൊതുവെ കുറയുന്ന ഒരു സമയവും കൂടിയാണ്. കാരണം ശനിദോഷത്തിലെ അലസതയാണ് ഇതിനകത്ത് പ്രധാനം. കാരണം ഈ ശനി മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 2-ൽ നിൽക്കുക. അപ്പോൾ 2-ലെ ശനി എന്ന് പറയുമ്പോൾ കുടുംബപരമായ വിഷയങ്ങൾ, അതുപോലെ ധനപരമായ വിഷയങ്ങൾ, സംസാര രീതികൾ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതിൽ ഒരു അഭിപ്രായ വ്യത്യാസവും വിഷമതകളും ഒക്കെ ഉണ്ടാകുന്ന ആ ഒരു സാഹചര്യങ്ങൾ, ഇതെല്ലാം തന്നെ. മറ്റൊന്ന്, ശനി സ്ലോയിൽ കാര്യങ്ങളെ കൊണ്ടുപോകുന്നവനും അതുപോലെ അലസത മനോഭാവം ഉണ്ടാക്കുന്ന ആളുമൊക്കെയാണ്. അപ്പോൾ ഇതിനെല്ലാം മെയ് 1 മുതൽ ഒരു മാറ്റം വരാം. കാരണം 5-ലെ വ്യാഴം, മകരത്തിൻ്റെ 5-ാം ഭാവത്തിൽ വ്യാഴം വരുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്നൊക്കെ അനുകൂലമായ ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഇനി കുംഭൻ രാശി എടുത്താൽ അവിട്ടം 3-ഉം 4-ഉം പാദവും പൂരിട്ടാതി ചതയവും, അവിട്ടം 3-ഉം 4-ഉം പാദം, ചതയം, പൂരിട്ടാതിയുടെ ആദ്യത്തെ 3 പാദം, 1, 2, 3 പാദങ്ങളും കൂടെ ചേരുന്നതാണ് കുംഭൻ രാശി. അപ്പം മെയ് 10 വരെ ബുധൻ നീചരാശിയാണെന്ന് നേരത്തെ പറഞ്ഞു. 24 വരെ ശുക്രൻ നീചഭംഗം ചെയ്ത് നിൽക്കുന്നു എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാമ്പത്തിക പ്രയാസങ്ങളെ, കുടുംബപരമായ പ്രശ്നങ്ങളും ഒക്കെ വലിയ കുഴപ്പമില്ലാതെ പോകാനുള്ള ഒരു സാധ്യത ഉണ്ട്. പിന്നെ മെയ് 1 മുതൽ 3-ലെ വ്യാഴം 4-ൽ വരുന്നതിനാൽ, ഇപ്പോൾ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 3-ൽ വ്യാഴം നിന്ന് ഈ കുറേ കാലം, ഒരു വർഷം കൊണ്ട്
അവർ അനുഭവിക്കാവുന്നതിൻ്റെ പരമാവധി കാര്യങ്ങൾ അനുഭവിച്ച് കാണും. കാരണം ഒന്നും നേരെ ചൊവ്വേ പോകാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് മെയ് 1 മുതൽ 4 വരിക എന്ന് പറയുമ്പം സ്വാഭാവികമായും വീട്ടിലൊരു സന്തോഷം, അതുപോലെ യാത്ര കൊണ്ട് പ്രയോജനം, നല്ല ബന്ധുക്കളും നല്ല ചുറ്റുപാടുകളും, അത്തരത്തിൽ നമുക്ക് മാനസികമായിട്ട് ഒരു കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്തിൽ ഈ 2ാം ഭാവാധിപൻ 4 വരിക എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യവും കഷ്ടപ്പാടും അഡ്ജസ്റ്റ്മെൻറ്റുകളും, അവിടുന്ന് മേടിച്ച് ഇവിടെ കൊടുക്കുക, ഇവിടുന്ന് മേടിച്ച് അങ്ങനെ കൊടുക്കുക, അതിനൊക്കെ ഒരു വ്യത്യാസം ഉണ്ടായിട്ട് സാമ്പത്തികമായിട്ട് കുറേ മെച്ചപ്പെട്ട ഒരു അനുഭവവും രീതികളുമൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. 7ാം ശനി കാലമായതുകൊണ്ട് ശാരീരികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാം. അതുപോലെ ശാസ്താവിന് വഴിപാട് നടത്തിയ ശനിയാഴ്ച ദിവസം ശാസ്താവിനെ ക്ഷേത്രങ്ങളിലൊക്കെ പോയി ആരാധിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. ഇനി മീനൻ രാശിയെ സംബന്ധിച്ച് പറഞ്ഞാൽ പൂരിട്ടാതി 4ാം പാദവും ഉത്രട്ടാതിയും രേവതിയും കൂടുന്നതാണ് മീനൻ രാശി. ആദ്യ പകുതി സാധാരണ പോലെ നേരത്തെ പോലെ പോകുന്നത് പോലെ പോകും. കാരണം 2ലെ വ്യാഴമാണ്. അപ്പോൾ 2ലെ വ്യാഴവും 2ലെ ആദിത്യനും എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കുഴപ്പമില്ലാതെ വളരെ ഡീസൻ്റായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇങ്ങനെ പോകുന്ന ഒരു സാഹചര്യത്തിൽ മെയ് 1 ആകുമ്പോൾ വ്യാഴം 3ലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരവസ്ഥയ്ക്ക് പെട്ടെന്നൊരു മാറ്റം വരികയാണ്. മെയ് 10 വരെ ഉള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ സംസാര രീതി, വാക്ക് തർക്കം, അതുപോലെ പ്രശ്നങ്ങൾ, ശത്രുതാ മനോഭാവം, ഇതൊക്കെ ഉണ്ടാകാനുള്ള ഒരു ചാൻസും ഉണ്ട്. അപ്പോൾ ആദ്യ പകുതി പോലെയല്ല മെയ് 1 മുതൽ ഈ മീനൻ രാശിക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പോൾ അവർക്ക് വലിയ കുഴപ്പമില്ലാത്ത ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകുന്നു. 7ാം ശനി ഉണ്ടെങ്കിലും കുഴപ്പമില്ലാതെ വ്യാഴത്തിൻ്റെ ഒരു ആനുകൂല്യത്തിൽ കുടുംബപരമായും സാമ്പത്തികമായും ഒക്കെ മെച്ചം നിന്ന ഒരവസ്ഥയിൽ നിന്ന് 3ലെ വ്യാഴത്തിലേക്ക് പോകുമ്പോൾ മനസ്സറിയാതെ പ്രയാസങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഈശ്വരാധീനം വേണം എന്നുള്ള ഒരു വിചാരത്തിൽ തന്നെ കഴിഞ്ഞുകൂടിയാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ മേടമാസം ഓരോ രാശിക്കൂറുകാർക്കും എങ്ങനെയായിരിക്കും എന്നുള്ള, കാരണം വിഷു ഫലം ഓരോരുത്തരും പറയാറുണ്ട്. ഈ ഓരോരുത്തർക്ക് നല്ലതായിരിക്കും, ചിലർക്ക് മോശമായിരിക്കും. എങ്കിലും കൂടുതലും എല്ലാവരും വെച്ചടി കയറ്റം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. വിഷുഫലം എന്ന് പറയുന്നത് ഒരു സൂര്യസംക്രമ സമയത്തെ ഗ്രഹനില അനുസരിച്ചാണ്. അതൊരു വർഷം അതുപോലെയൊന്നും അനുഭവപ്പെടും എന്നുള്ള ഒരു വിശ്വാസം എനിക്കില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത് മാസഫലമായി മേടമാസം നമുക്ക് എങ്ങനെയായിരിക്കും എന്ന് നിങ്ങളെ അറിയിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം. എല്ലാവർക്കും വീണ്ടും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.